എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടുകയും എന്നാൽ കോഴ്സ് ഇഷ്ടപ്പെടാത്ത വിദ്യാർത്ഥികൾക്കും ഈ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ അഡ്മിഷൻ നേടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഓപ്ഷൻ നൽകുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ മാത്രമാണ് പരിഗണിക്കുക എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ നേരത്തെ ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ വീണ്ടും ഓപ്ഷൻ നൽകുന്നുണ്ട് എങ്കിൽ നേരത്തെ നൽകിയിട്ടുള്ള ആ ഒരു ഓപ്ഷനുകൾ കൂടി വീണ്ടും നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു തവണ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ വീണ്ടും പുതുതായിട്ട് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ നൽകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് പുതുതായിട്ട് നൽകിയ ഓപ്ഷനുകളെ മാത്രം പരിഗണിച്ചുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് തന്നെ വീണ്ടും ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യപ്രകാരമുള്ള ഓപ്ഷനുകൾ പുതുതായിട്ട് നൽകേണ്ടതാണ്. അതുപോലെ ഓരോ കോളേജിലും എത്ര വീതം സീറ്റുകൾ ഏതൊക്കെ കാറ്റഗറിക്ക് വേക്കൻസി ഉണ്ട് എന്നുള്ളത് വേക്കൻസി പൊസിഷൻ S1/1/2024 എന്നുള്ള അടുത്ത് ക്ലിക്ക് ഹിയർ എന്നുള്ള ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വേക്കൻസികൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് വായിച്ച് നോക്കേണ്ടതാണ്. പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ട വിദ്യാർത്ഥികൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി അപ്ലിക്കൻ്റ് ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ലിങ്കുകളും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വിദ്യാർത്ഥികൾ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾ പുതിയ രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികളുടെ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നാളെ വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.